ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കാലത്ത് എഴുന്നേറ്റിട്ടുള്ള എൻ്റെ ടേബിൾ കാണുന്ന കോലാണിത്. കാരണം ബുക്കൊക്കെ ഇരിക്കുന്നത് എൻ്റെ അനിയത്തിയുടെയാണ്. എൻ്റെ ബുക്കൊന്നും അധികം അവിടെ ഇല്ല, കാരണം എൻ്റെ ബുക്കൊക്കെ മേശയുടെ കള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ അലങ്കോലയ്ക്ക് വെച്ചേക്കാണ്. പിന്നെ കുറേ കുപ്പിയും കുറേ ചാർജറും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വൃത്തിയാക്കിയിട്ട് ബാഗിലേക്ക് ബുക്കൊക്കെ എടുത്ത് വെക്കാം. ഇത് കാലത്താണ് വീട്ടിൽ എടുക്കണേ. അപ്പോൾ ഞാൻ ഒറ്റ കയ്യിൽ എനിക്ക് ബുക്ക് എടുത്ത് വയ്ക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബുക്ക് എടുത്ത് വയ്ക്കാൻ എന്തൊന്നും മര്യാദയ്ക്ക് കാണിക്കാത്തത്, കാരണം ഒരു കയ്യിൽ ഫോൺ പിടിച്ച് മറ്റേ കയ്യിൽ ബുക്ക് എടുത്ത് വയ്ക്കാൻ ഇത്തിരി ടഫാണ്. അപ്പോൾ ബുക്കൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ ഡ്രസ്സ് മാറുന്ന അങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം എനിക്ക് നേരം ഉണ്ടായില്ല. കാരണം ഞാൻ നല്ല ലേറ്റായിട്ടാണ് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടു കാണല്ലോ, ഒരു 7 മണിയപ്പോൾ. പിന്നെ എൻ്റെ പൗച്ചിലേക്ക് പെൻ ബോക്സുകളെല്ലാം ഇട്ട് വയ്ക്കുന്നുണ്ട്. കാരണം പെൻ ബോക്സിലേക്ക് ഞാൻ സാധനങ്ങൾ ഇടുന്ന പൗച്ചിന്നാണ്, കാരണം എനിക്ക് ഒട്ടുമിക്ക കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ നേരെ സ്കൂളിലേക്ക് ഒരു 8 മണിയാകുമ്പോഴേക്കും ഞാൻ പോകും, കാരണം എനിക്ക് വൈകുന്നേരം 5 മണി വരെ ക്ലാസ് ഉണ്ട്. പിന്നെ കുറേ അസൈൻമെൻറ്റിൻ്റെ അസൈൻമെൻറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എനിക്ക് നേരത്തെ പോകണം, അല്ലെങ്കിൽ ഞാനൊന്ന് കംപ്ലീറ്റ് ആക്കി ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് ഇപ്പോൾ 7 മണിക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. 5 മണിക്ക് ഞാൻ തിരിച്ചു വരും. 5 മണി കഴിഞ്ഞ് 6 മണി വരെ ലെഷർ ടൈം. 6 മണിക്ക് ഞാൻ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ 7 മണിയാകുമ്പോൾ പുറത്തിറങ്ങും. ആ സമയമാണ് ഇത്. പിന്നെ എനിക്കിന്ന് വേറൊരു അസൈൻമെൻറ്റ് കൂടി ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് 7 മണി ആയത്. അല്ലെങ്കിൽ ഞാൻ 6:30 ആകുമ്പോഴേക്കും പഠിക്കാതിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആപ്പിൽ എക്സാം ഉണ്ട് ഇന്ന്. +1 റിവിഷൻ ടെസ്റ്റാണ്. ഇന്നലെ 4 ക്ലാസ് ഉണ്ടായിരുന്നു ആപ്പിൽ. പക്ഷേ ഞാൻ ഓൾറെഡി ഓൾമോസ്റ്റ് ഞാൻ 1.5 ക്ലാസ് മര്യാദയ്ക്ക് കണ്ടിട്ടുള്ളൂ. കുറച്ച് ബാക്കി ക്ലാസ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ ടെസ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചു. എന്തായാലും ടെസ്റ്റ് പിന്നെയും എഴുതണമല്ലോ. അപ്പോൾ ഞാൻ പഠിക്കാണ്ട് എത്ര കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ടെസ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചു. ടെസ്റ്റിൻ്റെ റിസൾട്ട് നാളെ വരുള്ളൂ. അപ്പോൾ ഞാൻ ടെസ്റ്റ് എഴുതി. ടെസ്റ്റ് എഴുതാൻ 3 മണിക്കൂറിൻ്റെ നേരത്തെ ടെസ്റ്റാന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് അത്രയൊന്നും വേണ്ടി വന്നില്ല. എൻ്റെ ഒരു 1/4 മണിക്കൂറായപ്പോഴേക്കും കഴിഞ്ഞു. അപ്പോൾ ഒരു 7:50 8 o'clock 8:30 ആയപ്പോഴേക്കും എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞായിരുന്നു. അല്ല, 8 o'clock ആയപ്പോൾ എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു. പിന്നെ എൻ്റെ 1/2 hour എൻ്റെ മാത്സ് ഹോംവർക്ക് ചെയ്യേണ്ടതന്നെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ടെസ്റ്റ് എടുക്കുക, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാമെന്നിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ ഇരിക്കുന്നത് എനിക്ക് ഉത്തരം അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് കുറച്ചൊക്കെ ഉത്തരങ്ങൾ കിട്ടിയായിരുന്നു. സുവോളജിയിലും കെമിസ്ട്രിയിലൊക്കെ എനിക്ക് കുറച്ച് ഉത്തരങ്ങൾ കിട്ടി. ഫിസിക്സും ബോട്ടണിയൊന്നും ഞാൻ അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും അങ്ങനെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടായില്ല. പിന്നെ അറിയേണ്ടത് വെച്ച് തട്ടിമുട്ടി പോവുക. പിന്നെ ഞാൻ മാത്സ് ഹോംവർക്ക് ചെയ്തു. എനിക്ക് മാത്സ് കുറേ ഹോംവർക്ക് ഉണ്ട്. ഞങ്ങൾക്ക് 2 മാത്സ് ടീച്ചേഴ്സ് ഉണ്ട്. സോ ഞങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സ് അറ്റ് എ ടൈം മൂവ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് കുറേ മാത്സ് ഹോംവർക്ക് ഉണ്ടായിരുന്നു. 2 മാത്സിലും ഹോംവർക്ക് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം മാത്സിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ എനിക്കിങ്ങനെ ഹോംവർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ ദേ ഇപ്പോൾ സമയം 9:48 അത് ഞാൻ കാണിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8:20 തൊട്ട് ഞാൻ 9:48 വരെ ബ്രേക്കിലായിരുന്നു. ഫുഡ് കഴിക്കാനും പ്രാർത്ഥന എത്തിക്കാനും പിന്നെ ഫാമിലിയോട് ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന തിരിഞ്ഞ് നടക്കാനൊക്കെ ഇട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് എഴുതാണ്ട്, അതായത് ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ റൈറ്റിങ് ഹോംവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എഴുതേണ്ടായിരുന്നു. കുറച്ച് ഞാൻ എഴുതി. പിന്നെ അതായിരുന്നു എഴുതേണ്ടതിന്. നിങ്ങൾക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. കാരണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കാരണം ഒരുപാട് പേര് വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാറില്ല. പിന്നെ ബാക്കിൽ അവരിങ്ങനെ കുത്തിത്തിരിഞ്ഞ് പറയുന്നത് എൻ്റെ സിബ്ലിങ്സാണ്. കാരണം അവർ ഉറങ്ങുന്ന സമയമായിട്ടുണ്ട്. ഇപ്പോൾ അധികം ലേറ്റ് ഒന്നും ആയിട്ടുള്ളൂ, 10:45 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഹിന്ദി വായിക്കാനുണ്ടായിരുന്നു. കാരണം ഹിന്ദി ബുക്ക് പാടെടുത്ത് തുടങ്ങിയ പിന്നെ ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. പിന്നെ സാറാണെങ്കിൽ ഒരുപാട് പറയുന്നുണ്ടായി ബുക്ക് വായിക്കാൻ. സോ ഞാൻ അത് വായിച്ചു. അതാണ് ഞാൻ ലാസ്റ്റ് വായിച്ചത്. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. പിന്നെ നാളെ കാലത്ത് എഴുന്നേറ്റിട്ട് എനിക്ക് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. That's all. Thank you.